വാർദ്ധക്യം ഏകാന്തതയുടെ തടവറയാണ്. അവരുടെ കണ്ണും കാതും കൊതിക്കുന്നത് സ്നേഹം നിറഞ്ഞ മക്കളുടെ വിളികൾക്കും പുഞ്ചിരിക്കുന്ന അവരുടെ മുഖം കാണുവാൻ വേണ്ടിയുമാണ്. തിരക്കിൻ്റെ ലോകത്ത് പലർക്കും മാറ്റി നിർത്താൻ സാധിക്കുന്നത് മങ്ങലേറ്റ ആ മുഖങ്ങളെയാണ്. ശരിയല്ലേ? മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവരുമുണ്ട്. നമ്മുടെ അവഗണന അവർക്ക് നൽകുന്നത് ഏകാന്തത മാത്രമല്ല, ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാണോ എന്ന അവരുടെ ആത്മനിന്ദ കൂടിയാണ്. അച്ഛനും അമ്മയ്ക്കും എത്ര മക്കളാണെങ്കിലും ഒരു ഭാരമേ ആയിരുന്നില്ല. എന്നാൽ ഇന്ന് അവരെ ഒഴിവാക്കുവാൻ മക്കൾ തമ്മിൽ മത്സരമാണ്. മത്സരിക്കുന്ന മക്കളും നാളെ ഈ അവസ്ഥയിലെത്തുമെന്ന് മറന്നുപോകുന്നു. ഞാനിപ്പോൾ അമ്മ പറഞ്ഞു തന്ന ഒരു കഥയാണ് ഓർക്കുന്നത്. തൻ്റെ പ്രായമായ അച്ഛന് പട്ടിക്ക് ഭക്ഷണം കൊടുത്ത പാത്രത്തിൽ മകനും മരുമകളും ഭക്ഷണം നൽകിയ കഥ. ഇതെല്ലാം കണ്ടു നിന്ന അവരുടെ മകൻ മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പാത്രം സൂക്ഷിച്ചു വെച്ചു. ഇത് കണ്ട് അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അച്ഛനും പ്രായമാകും, അപ്പോഴത്തേക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന പാത്രമാണ്, അതിലല്ലേ ഞാൻ നാളെ അച്ഛന് ആഹാരം തരേണ്ടത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെന്ന് എല്ലാവരും ഓർക്കണം. ക്ഷേത്രത്തിൽ ദൈവത്തെ തേടി പോകേണ്ട കാര്യമില്ല. മാതാപിതാക്കളെ അവഗണിക്കാതിരുന്നാൽ മാത്രം മതി. വിറയ്ക്കുന്ന കൈപിടിക്കുന്നത് ധൈര്യം പകരലാണ്. അവരുടെ ഹൃദയത്തിലെ കാണാത്ത മുറിവുകളെ സ്നേഹം കൊണ്ട് കാണാൻ ശ്രമിക്കുക. ഒരു തലോടൽ, ഒരു പുഞ്ചിരി, അതുമാത്രം മതി അവരുടെ തകർന്ന ആത്മാവിന് ആനന്ദിക്കാൻ.